السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, അൽ ഹാഫിദ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ അർബഊൻ അൻ-നവവിയാണ് നമ്മൾ ഹദീസ് ക്ലാസ്സിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി രണ്ടാമത്തെ ഹദീസായ ഹദീസു ജിബ്രീൽ, അതിൻ്റെ അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം എന്നതുവരെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഹദീസ് ഒന്നുകൂടി പെട്ടെന്ന് വായിച്ച് അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാന ഭാഗം നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അൻ ഉമർ റളിയല്ലാഹു അൻഹു അയ്ളൻ ഖാൽ ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം. ഉമർ റളിയല്ലാഹു തന്നെയാണ് രണ്ടാമത്തെ ഹദീസും റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം ഇരിക്കവേ ഇത്തല അലൈനാ റജുലുൻ, ഞങ്ങളിലേക്കൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാദി സിയാബ് ഷദീദു സവാദി ശഅർ, വെളുവെളുത്ത വസ്ത്രവും നല്ല കറുപ്പുള്ള മുടിയുമായിട്ട് ഒരാൾ ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ലാ യുറ അലൈഹി അസറു സഫർ, ഒരു യാത്ര കഴിഞ്ഞ് വന്ന ഒരാളുടെ അടയാളമൊന്നും അയാളിലില്ല. വല യഅരിഫുഹു മിന്ന അഹദ്, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിരുന്നു. ഫാസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് അയാളുടെ കാലിൻ്റെ മുട്ടുകൾ, റുക്ബത്തുകൾ അത് ചേർത്തി വെച്ചു. വദഅ കഫൈഹി അലാ ഫഖിദൈഹി, പിന്നീട് അയാളുടെ രണ്ട് കൈപ്പടം അത് തുടയുടെ മുകളിലേക്ക് വെക്കുകയുണ്ടായി. വഖാൽ യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, പിന്നീട് ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരാൻ പറയുകയാണ്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇസ്ലാം എന്നാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദൻ റസൂലുള്ളാഹും സാക്ഷ്യം വഹിക്കലാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദുൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സാക്ഷ്യം വഹിക്കണം. രണ്ടാമതായി പറഞ്ഞു കൊടുത്തു, വതുഖീമ സ്സലാ, നീ നിസ്കാരം നിലനിർത്തണം. 3 വതുഅ്തിയ സക്കാ, സക്കാത്ത് കൊടുത്തു വിട്ടണം. 4 വതസൂമു റമദാൻ, റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കണം. 5ാമത്തെ കാര്യം വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നീ സാധിക്കുന്നുവെങ്കിൽ നിനക്ക് ഹജ്ജ് ചെയ്യണം, നീ ഹജ്ജ് ചെയ്യണം, അതിനുവേണ്ടി ബൈത്തിലേക്ക് കഅബയിലേക്ക് പുറപ്പെടണം. ഈ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത്. വന്ന വ്യക്തി പറയുകയാണ്, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. റിവായത്ത് ചെയ്യുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖു, അയാളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അയാൾ തന്നെയാണ് ചോദിച്ചത്, ഉത്തരം കേട്ടപ്പോൾ അയാൾ തന്നെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഖാല ഫഅഖ്ബിർനി അനിൽ ഈമാൻ, പിന്നീട് അയാൾ ചോദിച്ചത് ഈമാനിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. വ മലായികതിഹി, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കണം. വ കുതുബിഹി, അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. വ റുസുലിഹി, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കണം. പിന്നീട് പറഞ്ഞു, വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, നീ ഖദറിൽ വിശ്വസിക്കണം, അതിൻ്റെ നന്മയിലും അതിൻ്റെ തിന്മയിലും. നന്മയും തിന്മയുമായി മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന കാര്യം വിശ്വസിക്കണം. അങ്ങനെ 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്നാണ്. ഇത്രയുമാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി 3ാമത്തെ കാര്യമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ചോദിക്കുന്നത്. അതിപ്രകാരമാണ്, ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, താങ്കൾ എനിക്ക് ഇഹ്സാൻ എന്താണ് എന്ന് അറിയിച്ചു തരണം എന്ന് പറഞ്ഞു. ഇസ്ലാം 5 കാര്യങ്ങളെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. 6 ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നീട് ചോദിച്ചത് ഇഹ്സാൻ എന്താണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാനിന് ഒരു നിർവചനമാണ് പറഞ്ഞു കൊടുത്തത്. ഒരു തഖ്സീം എന്ന രൂപത്തിലല്ല, ഒരു നിർവചനം പറഞ്ഞു കൊടുത്തു. അത് അൻ തഅ്ബുദല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്,
നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു രീതിയാണത്. രണ്ട് രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത് അൻ തഅ്ബുദല്ലാഹ് കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. ഇഹ്സാനിന് രണ്ട് പദവികളുണ്ട് എന്നാണ്. രണ്ട് പദവികൾ ഇഹ്സാനിനുണ്ട്, രണ്ട് ദർജയുണ്ട്. ആദ്യത്തെ ദർജ, ആദ്യത്തെ പദവി എന്ന് പറയുന്നത് അൻ തഅ്ബുദല്ലാഹ് കഅന്നക തറാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഇബാദത്തുകളെല്ലാം. നമ്മൾ റബ്ബിനെ മുന്നിൽ കാണുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാഫ് ഉപയോഗിച്ചു. കഅന്നക തറാഹു, നീ കാണുന്നത് പോലെ. കാഫിനെ അത് പോലെ എന്ന് പറയാനാണ് ഉപയോഗിക്കാറുള്ളത്. അത് പറയാനുള്ള കാരണം സഹോദരങ്ങളെ, ദുനിയാവിൽ വെച്ച് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ കാണാൻ സാധിക്കുകയില്ല. പ്രവാചകന്മാർ പോലും കണ്ടിട്ടില്ല. കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നീ കഅന്നക തറാഹു, നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് മർത്തബത്തു അഷൗഖ് എന്ന് പറയാറുണ്ട്. കാണാനുള്ള അതിയായ ആഗ്രഹം, അല്ലെങ്കിൽ മർത്തബത്തുൽ മുഷാഹദ. നമ്മൾ കാണുന്നത് പോലെയുള്ള പദവി എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട്, മുന്നിൽ ഒരാളുണ്ടെങ്കിൽ എത്രമാത്രം കൃത്യതയോടുകൂടി നമ്മൾ ഇബാദത്ത് ചെയ്യും, താല്പര്യത്തോടു കൂടി ഓരോ ഇബാദത്ത് ചെയ്യും. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതിനാണ് കഅന്നക തറാഹു, അൻ തഅ്ബുദല്ലാഹ് കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പദവി, ആ പദവി ഉന്നതമായ ആ പദവി ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമതൊരാൾ ചെയ്യേണ്ടത് ഫഇൻ ലം തകുൻ തറാഹു, ഇനി നിനക്കങ്ങനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ അറിയുക ഫഇന്നഹു യറാഖ്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യണം. എങ്കിൽ കൃത്യതയോടുകൂടി നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുറപ്പോടുകൂടി നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആദ്യത്തേത് റബ്ബിനെ നമ്മൾ അങ്ങോട്ട് കാണുന്നത് പോലെ, ഖൽബ് കൊണ്ട് കാണുന്നത് പോലെ അതിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആഗ്രഹവുമായി ചെയ്യുന്ന ഒരു രീതിയാണത്. വലിയ ഔലിയാക്കളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിക്കും മനസ്സിലാക്കിയ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയ, അങ്ങനെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മനസ്സിൽ നിറഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും ആ ഒരു മർത്തബയിലെത്താൻ സാധിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫഇൻ ലം തകുൻ തറാഹു എന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒറ്റയടിക്ക് ആ പദവിയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് അങ്ങനെ സാധിക്കാത്തവർ അവരറിയുക, അവരും ഇഹ്സാനോടുകൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. അത് ഇഹ്സാനിൻ്റെ രണ്ടാമത്തെ പദവിയായ ഫഇന്നഹു യറാഖ് എന്ന് പറഞ്ഞാൽ മർത്തബത്തുൽ മുറാഖബ, റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടുകൂടി ചെയ്യാൻ നമുക്കത് സാധിക്കുന്നതാണ്. അതാണ് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇഹ്സാന് ഒന്ന് റബ്ബിനുള്ള ഇഹ്സാനുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇഹ്സാനുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് അത് സഹോദരങ്ങളെ അൽ ഇഹ്സാനു ഫിൽ ഹുഖൂഖ്, നമുക്ക് ഒരുപാട് ആളുകളോട് ബാധ്യതകളുണ്ട്. അപ്പം അതിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരോട് നമുക്ക് ചില ഇഹ്സാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് രണ്ട് പദവിയായിട്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്ന് മർത്തബത്തുൽ അദ്ലാണ്, നീതിയോടുകൂടി കാര്യങ്ങളെല്ലാം നിർവഹിക്കുക എന്നുള്ളതാണ്. നീതിയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുക, ഇഹ്സാനോട് ഒരാളുടെ ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട എല്ലാ നീതിയും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട എല്ലാ നീതിയോടുകൂടി അയാൾക്ക് വർത്തിക്കുക. സാമ്പത്തികമായ കാര്യമാകട്ടെ, ഇനി കുടുംബ ബന്ധത്തിലാകട്ടെ, മക്കൾക്കിടയിലാകട്ടെ, നീതിയോടുകൂടി ഒരാൾ ചെയ്യുന്നത് അത് അയാളോട് ചെയ്യുന്ന ഇഹ്സാനാണ്. പണ്ഡിതന്മാർ പറയും വഹി അൻ തുഅതി കുല്ലദി ഹഖിൻ ഹഖഹു അല ഹഖിഹി, ഓരോരുത്തർക്കും അവർക്ക് കിട്ടേണ്ടതായ ഹക്കനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് മർത്തബത്തു അൽ അദ്ൽ. അതാണ് അടിമകളോടുള്ള ബാധ്യതകളിലുള്ള ഹുക്കൂക്കളിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മർത്തബത്തുൽ ഫദ്ൽ എന്ന് പറയും. അത് സഹോദരങ്ങളെ ഒരാൾക്ക് നമ്മൾ
കൊടുക്കേണ്ടതിനേക്കാൾ, അയാൾക്ക് ഹക്കുള്ളതിനേക്കാൾ നമ്മൾ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് ഹക്കുള്ളതിനേക്കാൾ നമ്മൾ കൂടുതൽ കൊടുക്കുക, അത് അയാളോടുള്ള ഇഹ്സാനാണ്. അതാണ് മർത്തബത്തു അൽ ഫദ്ൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മർത്തബത്തുൽ ഫദ്ലിൽ പെട്ട കാര്യമാണ്, ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം തരാനുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളത് അത് മർത്തബത്തുൽ ഫദ്ലാണ്. ഇപ്പോൾ ഒരാൾ ഭയങ്കര സാമ്പത്തികമായ ഞെരുക്കത്തിൽ കഴിയുന്ന വ്യക്തിയാണ്, അയാൾ നമ്മളോട് കുറച്ച് കടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അയാളോട് ഒരു മർത്തബത്തുൽ ഫദ്ലിൻ്റെ രീതിയിൽ ഇഹ്സാൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാൾ കുറച്ച് വിട്ടുകൊടുക്കാം, കുഴപ്പമില്ല, നീ എന്ത് ചെയ്താൽ മതി, പതിയെ തന്നാൽ മതി. അല്ലെങ്കിൽ നീ 1,00,000 റുപ്യ അല്ല വാങ്ങിയ സാറില്ല, നീ ഒരു 70 തന്നാൽ മതി, അല്ലെങ്കിൽ 80 തന്നാൽ മതി. ആ ബാക്കി നമ്മൾ വിട്ടുകൊടുക്കുന്ന അഫു അത് മർത്തബത്തുൽ ഫദ്ലാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഔദാര്യമായി നമ്മൾ നമ്മുടെ ബാധ്യതകളിൽ നമുക്ക് തരേണ്ട ബാധ്യതകളിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാരവിടെ കൃത്യമായി സൂചിപ്പിച്ചത് ഈ മർത്തബത്തുൽ ഫദ്ൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തന്നെ അത് അവിടെ ഒരു അതിലിന് എതിരാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. അതിലിനെതിരാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് സ്വത്തോഹരി വെക്കുന്ന സമയത്ത് അവിടെയുള്ള ഹക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെയുള്ള ഇഹ്സാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, പെണ്ണിന് ആണിനേക്കാൾ പകുതി കൊടുക്കുക എന്നുള്ളതാണ്. ആണിനായിരിക്കും ഇരട്ടി കിട്ടുക. ആണിന് ഒരാളുടെ കയ്യിൽ 3 ലക്ഷം രൂപയുണ്ട് എങ്കിൽ ആണിന് 2 ലക്ഷവും പെണ്ണിന് 1 ലക്ഷവുമാണ് കിട്ടുക. അതാണ് അവിടെ നീതി, യഥാർത്ഥ ഇഹ്സാൻ അതാണ്. അവിടെ യഥാർത്ഥ ഇഹ്സാൻ അതാണ്. അപ്പോൾ ഒരു ഉപ്പ വിചാരിക്കുകയാണ് മോൾക്ക് കുറച്ചുകൂടി കൊടുത്തേക്കാം, മോള് പാവാണ്, മോൾക്ക് കുറച്ചുകൂടി കൊടുത്തേക്കാം, എനിക്കൊരു മർത്തബത്ത് ഫദ്ലിലേക്ക് എത്തണം, അവൾക്ക് അവകാശപ്പെട്ടത് 1 ലക്ഷം രൂപയാണ്, പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് മോൾക്ക് കുറച്ചുകൂടി കൊടുത്തേക്കാം, അവൾക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പ എന്ത് ചെയ്യാണ്, 1.5 ലക്ഷം മകൾക്ക് കൊടുക്കാൻ, 1.5 ലക്ഷം മകൾക്ക് കൊടുക്കാൻ. പക്ഷേ ഇയാൾ ഇവിടെ മർത്തബത്തുൽ ഫദ്ലിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിലവിടെ ഇല്ലാതായി തീരുന്നുണ്ട്. അഥവാ മകന് ലഭിക്കേണ്ട 2 ലക്ഷത്തിൽ നിന്നും 1.5 ലക്ഷം ആയിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ മർത്തബത്തുൽ ഫദ്ൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിലിന് ഒരു കോട്ടം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. മകന് കിട്ടേണ്ടത് കിട്ടിയതിന് ശേഷം മാത്രമേ പിന്നെ വേറെന്തെങ്കിലുമൊക്കെ അതിന് വകുപ്പുള്ളൂ എന്നർത്ഥം. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതേപോലെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇങ്ങനെയുള്ള മർത്തബത്തുൽ ഫദ്ൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു ഫസാദ് അവിടെ ഉണ്ടാകുമെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതില്ല. ഏതുപോലെ ഒരാൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ മുട്ടിപ്പോയാൽ, ഇത് മുട്ടിപ്പോയി, അയാളാണ് സാധു മനുഷ്യൻ, പാവം, അയാൾക്ക് ഇങ്ങനെ ഇനി അത് തരാനുള്ള ഒരു റിപ്പയർ ചെയ്ത് തരാനോ ഒരു പൈസ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്. നമുക്ക് അയാളോടൊരു ഇഹ്സാൻ കാണിക്കുമ്പോൾ നമ്മൾ മർത്തബത്തുൽ അതിലാണെങ്കിൽ നീ ഇത് ശരിയാക്കി തരണം, ഞാൻ കൂടുതലും ചോദിക്കുന്നില്ല, എൻ്റെ പൊട്ടിയ കാര്യം ശരിയാക്കി, നമ്മൾ അതിലാണ് കാണിച്ചത്, ഒരു കുഴപ്പമൊന്നും അയാൾ ദുൽമ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ മർത്തബത്തുൽ ഫദ്ലിലേക്ക് എത്തണം എന്ന് വിചാരിക്കുകയാണ്, അയാൾ നന്നായിട്ട് ഇഹ്സാൻ ചെയ്യണം. അവിടെ നമ്മൾ പറയാം, വിട്ട് കുഴപ്പമില്ല, നീ പൊയ്ക്കോ, ഞാൻ ശരിയായിക്കോളാം, 1,000 റുപ്യൻ്റെ പണിയാണ്, ഞാൻ ശരിയായിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ വിട്ടുകൊടുക്കുകയാണ്, മർത്തബത്തുൽ ഫദ്ലിലേക്ക് എത്തി. പക്ഷേ പണ്ഡിതന്മാർ പറയുന്ന ഒരു ഫസാദ് എത്തുമെങ്കിൽ, ഫസാദിലേക്ക് ആയിപ്പോവുമെങ്കിൽ ആ മർത്തബത്തുൽ ഫദ്ൽ സ്വീകരിക്കേണ്ട. ഏതുപോലെ ഒരു കള്ളുകുടിയനാണ്, അയാൾ സ്ഥിരം പണി ഇങ്ങനെ കള്ളുടിച്ചിട്ട് ഇങ്ങനെ വണ്ടി അവിടെ ഇവിടെയൊക്കെ കാണുന്ന വണ്ടികളൊക്കെ അടിക്കുക, ഇത് സ്ഥിരം പണി. അല്ലെങ്കിൽ ഇങ്ങനെ റാഷ് ഡ്രൈവിങ് നടത്തിയിട്ട് ഇങ്ങനെ എല്ലാവരെയും കുത്തി പോകുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് നമ്മൾ ഫദ്ൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇയാളുടെ ഇത് കൂടാണ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല. അവിടെ അയാളോട് കൃത്യമായിട്ട് ആ പൈസ, അയാൾ ഉണ്ടാക്കിയ നാശനഷ്ടം അത് വാങ്ങിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അയാളുടെ ഈ തോന്നിവാസത്തിനൊരു വളം വെച്ച് കൊടുക്കലാണ്. കള്ളുകൂടിയനാകട്ടെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാകട്ടെ, അവിടെ നമ്മൾ അയാളോട് മർത്തബത്തുൽ ഫദ്ൽ ചെയ്യാൻ നോക്കിയാൽ ഒരു ഫസാദ് അവിടെ ഉണ്ടാവുകയാണ്. അയാൾ പിന്നെയും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് മർത്തബത്തുൽ ഫദ്ലിലേക്ക് എത്തുന്ന സമയത്ത് 2 കാര്യം ശ്രദ്ധിക്കണം. നീതിക്കെതിരാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല, അതിനൊന്നാമത്തെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഒരു ഫസാദ് ഉണ്ടാകുന്ന, ഒരു മഫ്സദത്ത് ഉണ്ടാകുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഹുക്കൂക്കുകളിലുള്ള, ബാധ്യതകളിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി സഹോദരങ്ങളെ, അതല്ലാത്ത നമ്മൾ ഭൗതികമായ ഒരുപാട് കാര്യങ്ങളിൽ, പണികളിലൊക്കെ, ഭൗതികമായ ജോലികളിലും കച്ചവടങ്ങളിലും ഒക്കെ ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. അവിടെയുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇത്ഖാനോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അതിനോട് കാണിക്കുന്ന ഇഹ്സാനാണ്. ഉദാഹരണത്തിന്, നീ ഒരു കാറിൻ്റെ മെക്കാനിക്കാണ് എങ്കിൽ ആ ജോലിയിൽ നിനക്കൊരു ഇഹ്സാൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണ്. നീ ഒരു പണി ഏറ്റെടുത്ത വ്യക്തിയാണ്, അതിൽ അലസത കാണിക്കാതെ, അതിലൊരു വഞ്ചന കാണിക്കാതെ അത് ഏറ്റവും നല്ല രൂപത്തിൽ അത് ചെയ്തു കൊടുക്കുക. അത് ആ ജോലിയിലുള്ളതിൻ്റെ ഇഹ്സാനാണ്. നീ ഒരു കാർ മെക്കാനിക്കാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, നീ ഒരു കെട്ടിട നിർമ്മാണം പണികളിൽ ഏറ്റെടുത്ത ആളാണെങ്കിലോ,
ആ പണി നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും വർക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ട് നീ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇഹ്സാൻ, റബ്ബിനോടുള്ള ഇഹ്സാനുണ്ട്, മറ്റു ബാധ്യതകളിലുള്ള പരസ്പര ഇടപാടുകളിലുള്ള ഇഹ്സാനുണ്ട്. അവിടെ രണ്ട് മർത്തബകൾ, മർത്തബത്തുൽ അദ്ലും മർത്തബത്തുൽ ഫദ്ലും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഭൗതികമായ നമ്മൾ ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലും ഒക്കെയുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്യാന്നുള്ളത്. മുസ്ലിം അങ്ങനെയാണ്, ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ ഏത് പണിയിലാണോ ഏർപ്പെട്ടത് അത് ഇഹ്സാനോടുകൂടി ചെയ്യുന്ന ആളായിരിക്കും. ആളുകൾ പറയാം അവൻ്റെ അടുത്ത് കൊടുത്താൽ നല്ല വൃത്തി ചെയ്യുന്ന ഒരുത്തനാണ്. അല്ല, നമുക്ക് സാധിക്കുന്നത്ര, അല്ല അലസമായി ആൾക്കാരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കി കൊടുക്കുക, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചെയ്യുക, അങ്ങനെ ആകാൻ പാടില്ല. ഒരു മുസ്ലിം ആണെങ്കിലോ നല്ല ഇഹ്സാനോട് കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇതാണ് ഇഹ്സാൻ. അത് നമ്മുടെ മറ്റു കാര്യങ്ങളിൽ ചെയ്യേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ട ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഇതാണ്. അപ്പം ഇത്രയും ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. 1 ഇസ്ലാം കാര്യങ്ങൾ, 2 ഈമാൻ കാര്യങ്ങൾ, 3 ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പദവി. ഇതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ദറജകളാണ്. ഒരാൾ ആദ്യം മുസ്ലിം ആകും, പിന്നീട് അവൻ ഈമാൻ വർദ്ധിച്ച് അത് മുഅ്മിൻ എന്നുള്ള പദവിയിലെത്തും, പിന്നീട് മുഹ്സിനായ ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്ന പദവിയിലേക്ക് എത്തും. ഇങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഇഹ്സാൻ എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ വ്യക്തി ഇബാദത്ത് ചെയ്യുന്ന ത്വരീഖത്തുൽ ഇബാദ അല്ലെങ്കിൽ ത്വരീഖുൽ ഇബാദ, ഇബാദത്ത് ചെയ്യുന്ന ആ രീതിശാസ്ത്രത്തെയാണ് പറയുന്നത്. അള്ളാഹുവിനെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിനുശേഷം സഹോദരങ്ങളെ അവസാനമായി ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്ന് അത് സാഅത്തിനെ കുറിച്ചാണ്, അന്ത്യദിനത്തിനെ കുറിച്ചാണ്. ഫഅഖ്ബിർനി അനിസ്സാഅ, എങ്കിൽ താങ്കൾ എനിക്ക് അസ്സാഅ അന്ത്യദിനത്തെക്കുറിച്ച് അറിയിച്ചു തരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസ്സാഅ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സമയത്തിനാണ് നമ്മൾ പറയുക. അപ്പോൾ 6 മണിയായ അസ്സാദിസ എന്ന് പറയും, 7 മണിയായ അസ്സാഅത്തു സാബിഅ, 8 മണിയായ അസ്സാഅത്തു സാമിന, ആ രൂപത്തിൽ പറയും. സമയം എന്നുള്ള അർത്ഥത്തിലാണ്, ഹവർ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അന്ത്യദിനമാണ്. അസ്സാഅ എന്നുള്ളത് അന്ത്യദിനത്തിൻ്റെ ഒരു പേരാണ്. അത് അവസാനത്തെ സമയമാണ്, അന്ത്യസമയമാണ്. അതിനുശേഷം ഇനിയൊരു സമയം ഇല്ല, ഇനിയൊരു സമയം മുന്നോട്ട് പോകാനില്ല. അവസാനത്തെ സമയമാണ്, അന്ത്യദിനമാണ് അസ്സാഅ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പല കാരണങ്ങളും പണ്ഡിതന്മാർ അതിന് പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫഅഖ്ബിർനി അനിസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത് മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. മൽ മസ്ഊലു അൻഹാ, ചോദിക്കപ്പെട്ടവന് അറിയില്ല, ചോദിക്കപ്പെട്ടവനല്ല, ബിഅഅലം അറിയുന്നവൻ മിനസ്സാഇൽ, ചോദിച്ചവനേക്കാൾ. അഥവാ 2 പേർക്കും അറിയില്ല എന്നുള്ള കാര്യത്തിൽ തുല്യരാണ് എന്നാണ്. ഇവിടെ സാഅത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് സാഅത്ത് എന്താണെന്നോ അന്ത്യദിനം എന്താണെന്നോ ഒന്നുമല്ല, മറിച്ച് അത് എപ്പോഴാണെന്നുള്ള രൂപത്തിലാണ് മറുപടി പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചില റിവായത്തിൽ അത് വ്യക്തമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്തസ്സാഅ എന്നാണ് അവിടത്തോട് ചോദിക്കപ്പെട്ടത്. ജിബ്രീൽ ചോദിച്ചത് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് എന്നുള്ള നിലക്കാണ് മറുപടി പറയുന്നത്. മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, എപ്പോഴാണെന്നുള്ളത് ചോദിക്കപ്പെട്ടവനും ചോദിച്ചവനും അറിയില്ല. ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ അതിൽ വിവരമൊന്നുമില്ല. 2 പേരും ആ വിഷയത്തിൽ വിവരമില്ല എന്നുള്ളത് തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഥവാ അവിടുന്ന് വേറെ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ എപ്പോഴാണ് അറിയുന്നതിൽ കാര്യമില്ല. വേറെ ചില സഹാബികൾ തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് മത്തസ്സാഅ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് മാദാ അദത്ത ലഹ, നീ അതിനുവേണ്ടി എന്താണ് ഒരുങ്ങിയിട്ടുള്ളത്, എന്തൊരുക്കമാണുള്ളത്. അന്ത്യദിനം ഇന്ന ദിവസമാണ് എന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, നമ്മളതിന് ഒരുങ്ങിയോ ഇല്ലേ എന്നുള്ള വിഷയമാണ്. അന്ത്യദിനം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം, നമ്മളതിന് ഒരുങ്ങിയോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി എന്ത് മുന്നൊരുക്കമാണ് നടത്തിയത് എന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫായിദയാണ്, പലപ്പോഴും സോഷ്യൽ മീഡിയകളിലും അതുപോലെ അല്ലാതെയൊക്കെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നവർ പോലും വിവരമില്ലാതെ ചിലപ്പോൾ ഇത്തരം പോസ്റ്റുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ഇന്ന വർഷം ആയിരിക്കും അന്ത്യദിനം സംഭവിക്കുക, അല്ലെങ്കിൽ അടുത്ത ഒരു മാസത്തിൽ ഇങ്ങനെ വെള്ളിയാഴ്ച വന്നു, വെള്ളിയാഴ്ചയും പെരുന്നാളൊക്കെ അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അന്ത്യദിനം സംഭവിക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ദുർബലമായ മൗലു ആയ കെട്ടിയുണ്ടാക്കിയ ഹദീസുകളൊക്കെ കൊണ്ടുവരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 2500 വർഷം കഴിഞ്ഞാൽ, 1000 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ 1500 വർഷം കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ത്യദിനം ഉണ്ടാകും. ഇതെല്ലാം തെറ്റാണ്. കാരണം അങ്ങനെ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ കണക്ക് കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും അന്ത്യദിനത്തിൽ ഉണ്ടാവുകയില്ല. അതിനൊരാൾക്കും അറിയാനും പോകുന്നില്ല. കാരണം ആകാശലോകത്ത് ഏറ്റവും അറിവുള്ള ആളാണ് ആര്? പടപ്പുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഭൂമി ലോകത്ത് ഏറ്റവും അറിവുള്ള ആളാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കൂട്ടർക്കും അറിയില്ലെങ്കിൽ പിന്നീട് മറ്റൊരാൾക്കും അറിയില്ല. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അറിയുന്ന, മറ്റൊരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത അറിവ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൽമുസ്സാ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇൽമുസ്സാ. അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് അസ്സാ, അന്ത്യദിനത്തിൻ്റെ സമയമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അത് അറിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ ഹദീസിൻ്റെ തെളിവ് വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു സ്ഥലത്തും കാണുകയില്ല അന്ത്യദിനം ഇപ്പോഴുണ്ടാകും, അന്ത്യദിനം ഇന്ന ദിവസം ഉണ്ടാകും. ഒരാൾക്കും അത് ഒരു സൂചനയും കിട്ടുകയില്ല. മറിച്ച് അതിന് ചില അടയാളങ്ങളാണ് ഉണ്ടാവുക. അന്ത്യദിനത്തിന് ചില അടയാളങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, ഖാല ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, അതിൻ്റെ അമാറത്തുകൾ, അതിൻ്റെ അലാമത്തുകൾ, അടയാളങ്ങളെങ്കിൽ താങ്കൾ എനിക്ക് അറിയിച്ചു തരൂ എന്നാണ് അവസാനമായി ചോദിക്കുന്നത്. അവസാനത്തെ ചോദ്യം അന്ത്യദിനത്തെക്കുറിച്ചാണ്. അതിന് ഉത്തരമില്ല. അപ്പോൾ അതിൻ്റെ ഉപചോദ്യമായി വരികയാണ്, എങ്കിൽ അതിൻ്റെ അടയാളം എന്താണ് എന്ന് അറിയിച്ചു തരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. നമുക്കറിയാം അന്ത്യദിനത്തിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അന്ത്യദിനത്തിന് ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിനെ മൂന്നായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. ചിലത് നേരത്തെ കഴിഞ്ഞുപോയതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു. അവിടുത്തെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയത്, അല്ലെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷം കഴിഞ്ഞുപോയത്, സ്വഹാബികൾ കണ്ടത്, താബിഈങ്ങൾ കണ്ടത്, അങ്ങനെ നേരത്തെ കഴിഞ്ഞുപോയതായ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇനി ചിലത് നേരത്തെ അത് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്ന അടയാളങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. നേരത്തെ തന്നെ ഉണ്ട് അങ്ങനെയുള്ള അടയാളങ്ങൾ, പക്ഷെ അത്തരത്തിലുള്ള അടയാളങ്ങൾ അത് ചെറിയ ചെറിയ അടയാളങ്ങളാണ്. അലാമത്തു സുഗറ എന്ന് പറയും. ആ അടയാളങ്ങൾ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുക, അത് നമുക്ക് അറിയാൻ പറ്റും. മൂന്നാമത്തത് ഭാവിയിൽ സംഭവിക്കാൻ മാത്രമുള്ള അടയാളങ്ങളാണ്. അവസാന കാലഘട്ടത്തിൽ യജൂജ് വരുന്നതും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും, ഇമാം മഹ്ദി വരുന്നതും തുടങ്ങിയിട്ടുള്ള സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്രയുമൊക്കെ ഉള്ള അവസാനത്തുള്ള അലാമത്തുൽ കുബറകളുണ്ട്. അവസാനത്തിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ചില അടയാളങ്ങൾ മാത്രമേ ഹദീസിൽ പറയുന്നുള്ളൂ. എല്ലാ അടയാളങ്ങളും അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അമാറാത്ത് മുഴുവൻ പറയുന്നില്ല. ഈ ഹദീസിൽ ചില അടയാളങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കിതാബുകളൊക്കെ വേറെ ഉണ്ട്. അത് വിശദമായി പഠിക്കേണ്ടത്. അലാമത്തു സുഗറയും അലാമത്തുൽ കുബറയും, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് അത് വിശദമായി നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ ഹദീസിൽ വന്ന അടയാളങ്ങളെക്കുറിച്ച് മാത്രം അതിൻ്റെ വിശദീകരണം പറയാം. എന്താണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് അൻ തലിദൽ അമത റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്നാണ്. ഉമ്മ അടിമയാണ്, പ്രസവിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടി അത് യജമാനത്തിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പല വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഈ ഒരു വാക്കിന് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അർത്ഥം, അതിലൊന്ന് മുസ്ലിമീങ്ങൾക്ക് വലിയ ഫുതൂഹാത്തുകൾ, വിജയങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിക ലോകം, അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക ലോകം അത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഇസ്ലാം അങ്ങനെ ധാരാളം പ്രചരിച്ചിട്ടില്ല. മക്കം ഫത്താണ് അവിടെ ഏറ്റവും വലിയൊരു വിജയമായിട്ടുണ്ടായിരുന്നത്. മക്ക മുസ്ലിമീങ്ങളുടെ കീഴിൽ വരുന്നു. ഇന്ന് കാണുന്ന ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന വലിയ രാജ്യം പോലും അത്ര പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വ്യാപിച്ചിട്ടില്ല. ഇസ്ലാം എത്തിയിട്ടില്ല, എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ അന്ത്യദിനം എത്തുന്ന സമയത്ത്, അതായത് മുന്നോട്ടുള്ള ഗമനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്ലാം എല്ലായിടത്തും എത്തുന്നതാണ്. അങ്ങനെ ഒരുപാട് ഫുതൂഹാത്തുകൾ, വിജയമുണ്ടാകും. വിജയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ അടിമകൾ ഉണ്ടാകും. അങ്ങനെ ആ അടിമകൾ, അവർ പ്രസവിക്കുന്ന കുട്ടികൾ, അത് നിയമമാണ്, അവർ സ്വതന്ത്രരായിരിക്കും, അവർ യജമാനന്മാരായി മാറും. ഒരു യജമാനൻ ഒരു അടിമയെ വിവാഹം ചെയ്ത് ആ അടിമ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് ഭരണാധികാരികളാകാൻ സാധിക്കും, അവർ സ്വതന്ത്രരായിത്തീരും. അതാണ് ഒരു വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് സഹോദരങ്ങളെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കസ്റത്തു ഉഖൂഖിൽ വാലിദൈൻ,
ധാരാളമായി വർദ്ധിച്ചു വരുന്ന മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ ഹദീസിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പോലെ അതിൻ്റെ മകൾ ഉമ്മയെ ഒരു അടിമയെ കാണുന്നത് പോലെ കാണുക. താനൊരു ഉമ്മയുടെ യജമാനനാണ് അല്ലെങ്കിൽ യജമാനത്തിയാണ് എന്ന രൂപത്തിൽ എന്ന നാട്യത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. കയർത്ത് സംസാരിച്ചു എങ്ങനെയാണ് ഒരു ജോലിക്കാരനോട് അല്ലെങ്കിൽ ഒരു അടിമയോട് യജമാനൻ മോശമായിട്ടൊക്കെ പെരുമാറുക, ശബ്ദമുയർത്തിയിട്ടും കൽപ്പനകൾ നടത്തിയിട്ടും ഒക്കെ പെരുമാറുക, അതേപോലെ മക്കൾ ഉപ്പമാരോട് പെരുമാറുന്ന ആ രൂപത്തിലുള്ള പ്രത്യേകിച്ച് ഉമ്മമാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പലപ്പോഴും സംഭവം അങ്ങനെയാണ് ഉണ്ടാവാറ്. ഉമ്മമാരായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, അനുസരണക്കേടിന് വിധേയമാകാറുള്ളത്. വലിയ കഷ്ടമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഹക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അത് മാതാപിതാക്കളിൽ തന്നെ ഉമ്മുക്ക്, നിന്റെ ഉമ്മയോടെന്നാണ് 3 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഉമ്മ ദുർബലയാണ്, സ്ത്രീയാണ്. അതുകൊണ്ട് അവരോട് കയർത്ത് സംസാരിക്കുന്ന ആൺമക്കളും പെൺമക്കളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് അന്ത്യദിനത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് ഒരു യജമാനനോട് പെരുമാറുന്നതിനേക്കാളും ബഹുമാനത്തോടു കൂടി വിനയത്തോടു കൂടി പെരുമാറാനാണ് യഥാർത്ഥത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്. പക്ഷെ അതിന് നേരെ തല കീഴായിട്ട് ഒരു യജമാനൻ അടിമയോട് പെരുമാറുന്നത് പോലെ മാതാപിതാക്കളോട് പെരുമാറുന്ന അവസ്ഥ ഉണ്ടാകുന്ന കാലം അത് അന്ത്യദിനത്തിൻ്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പിന്നീട് അവിടുന്ന് പറയുന്ന രണ്ടാമത്തെ അടയാളം വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശ്ശാ യതതാവലൂന ഫിൽ ബുനിയാൻ. അൻ തറൽ ഹുഫാത്ത്, നീ ഹുഫാത്തുകളെ കാണലാണ്, അഥവാ നഗ്നപാതരായ ചിലരെ കാണലാണ്. അതുപോലെ അൽ ഉറാത്ത, ദാരിദ്ര്യമൊക്കെ കൊണ്ട് വലിയ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത വിവസ്ത്രരായ ചിലരെ നീ കാണലാണ്. എന്താണ് അങ്ങനെയാണ് കാണുക? അതുപോലെ തന്നെ അവർ ആലത്ത, ദരിദ്രരാണ്. റിആ അശ്ശാ, അവർ ദാരിദ്ര്യം കാരണത്താൽ ആടിനെയൊക്കെ നോക്കി മാത്രം ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ചു പോകുന്ന ചില സാധുക്കളായ ആളുകളായിരുന്നു. അവരെ നീ കാണുന്നു. യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങൾ, ഉയർന്ന സൗധങ്ങൾ പണിയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യതതാവലൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം കെട്ടിടങ്ങളെക്കുറിച്ച് പൊങ്ങച്ചം പറയുക എന്നുള്ളതാണ്, വലിയ ഫഖ്ർ പറയുക. യതതാവലൂൻ എന്ന് പറഞ്ഞാൽ അവർ യതഫാഖറൂൻ, അവർ ഫഖ്ർ പറയുക, പൊങ്ങച്ചം പറയുക. വലിയ വലിയ കെട്ടിടം കണ്ടില്ല ഓരോരുത്തരുണ്ടാക്കും. ഇന്നലെ വരെ സാധുവായി കഴിഞ്ഞിരുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പെട്ടെന്ന് സമ്പത്ത് നൽകുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് വലിയ ഫഖ്ർ പറയുന്ന, വലിയ ഗർവം നടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യമാണ്. ഇത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്, അന്ത്യദിനത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് അത് നിഷിദ്ധമായ കാര്യമല്ല, പക്ഷെ അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. അഥവാ കെട്ടിടങ്ങൾ ഉയർന്ന നിലയിലുള്ള ഉയർന്ന വലിയ വലിയ നിലയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു കാര്യമല്ല. 100 നില കെട്ടിടമുണ്ടായി എന്നുള്ളത് അതൊരു തെറ്റായ കാര്യമല്ല. അന്ത്യദിനത്തിൻ്റെ അടയാളം എന്നുള്ളത് കൊണ്ട് അത് നിഷിദ്ധമായ കാര്യമല്ല. ഒരാൾ ഉയർന്ന കെട്ടിടം എടുത്തു, പഴയകാലത്ത് 1-2 നിലയുള്ളൂ, ഇന്ന് 10 നില എടുത്തു, 20 നില എടുത്തു, അത് നിഷിദ്ധമായ കാര്യമല്ല. അവിടെ നിഷിദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധം എന്ന് പറയാം എന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാനം അത് നിഷിദ്ധമല്ല. മറിച്ച് അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അന്ത്യദിനം വരുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഭൂമിയിൽ ഉയർന്നു പൊങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നീട് അവിടെ പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഹദീസിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശദാംശങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കേണ്ടത് ചോദിച്ചു, കിട്ടേണ്ട ഉത്തരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഹദീസിൻ്റെ റാവിയായ റിവായത്ത് ചെയ്യുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സുമ്മൻ തലഖ, പിന്നീട് അദ്ദേഹം പുറപ്പെട്ടു. ലബിസ്തു മലിയ, ഞാൻ കുറച്ച് അവിടെ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ സമയം കഴിച്ചു കൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് അത് 3 ദിവസത്തിനൊക്കെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ശേഷം പറയാൻ പോകുന്ന കാര്യം 3 ദിവസത്തിന് ശേഷമൊക്കെയാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം കഴിഞ്ഞപ്പോൾ ആ മജ്‌ലിസിൽ നിന്നും അദ്ദേഹത്തിന് പോകേണ്ടത് കൊണ്ട് അദ്ദേഹം പിരിഞ്ഞു പോയിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് അവിടുന്ന് പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ബാക്കിയുള്ള സഹാബികളോട്, ബാക്കിയുണ്ടായിരുന്ന സഹാബികൾ, ബാക്കിയുള്ള സംഭവം ഉമർ റളിയല്ലാഹു അറിയുന്നില്ല, അപ്പോൾ ബാക്കിയുള്ള സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോൾ പോയാൽ മനുഷ്യനൊന്ന് നിങ്ങൾ പോയി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ പുറത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അവർക്കത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത് അപ്രത്യക്ഷനായി, അദ്ദേഹം അവിടെ വെച്ച് പോയി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നത്, ഇതാരാണ് നിങ്ങൾക്കറിയുമോ, ഇത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നത്. അവർക്ക് അള്ളാഹുവിനും റസൂലിനുമേ അറിയുകയുള്ളൂ എന്ന് അവർ മറുപടി പറയുന്നത് അങ്ങനെയാണ്. ഇത് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജിബ്രീലാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള വാർത്ത അറിയിക്കുന്നത്. ഇതവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചപ്പോൾ ഉമർ അള്ളാഹുവിന് അവിടെ സ്ഥലത്തില്ല. 2-3 ദിവസത്തിന് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് കാണുന്നത്. അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, യാ ഉമർ അതദ്രി മനിസ്സായിൽ, ഉമറെ നിനക്ക് ആ ചോദ്യകാരൻ ആരാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ചോദ്യകർത്താവ് ആരാണെന്ന് അറിയുമോ? ഉമർ അള്ളാഹുവിന് പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആലം, എനിക്കറിയില്ല, അള്ളാഹുവിനും അതിൻ്റെ റസൂലിനുമാണ് അറിയുക എന്നുള്ളതാണ്. ഇത് നമുക്കറിയാത്തൊരു കാര്യം പറയുമ്പോൾ ചോദിക്കപ്പെട്ടാൽ പറയേണ്ട ഒരു രീതിയാണിത്. പക്ഷേ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ് അള്ളാഹു റസൂലുഹു ആലം, അതായത് ദീനിൻ്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെയാണ് പറയുക, അള്ളാഹു റസൂലുഹു അല്ല, അള്ളാഹുവിൻ റസൂലിനാണ് അറിയാം. കാരണം അള്ളാഹു റസൂലിനാണ് വഹി ഇറക്കുന്നത്, റസൂലാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അള്ളാഹു അറിയും, അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം റസൂലിനും അറിയും, നമുക്കറിയില്ല എന്നാണ് ആര് പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഔലിയാക്കളുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഗൈബ് അറിയാൻ സാധിക്കുകയില്ല. ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അത് അമ്പിയാക്കൾക്കാണ്, അവർക്കാണ് വഹി ലഭിക്കുന്നത്, അവർക്കത് അറിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനറിയാം, അള്ളാഹു അറിയിച്ചു കൊടുത്ത പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം. അള്ളാഹു റസൂലുഹു അലം എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് കാലത്ത് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ നമ്മൾ അള്ളാഹു ആലം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, അള്ളാഹു ആലം എന്നേ പറയാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഭാവി കാലത്തെക്കുറിച്ചോ മറ്റോ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ വല്ല മാറ്റങ്ങളെക്കുറിച്ചോ ആരെങ്കിലുമൊക്കെ ചോദിക്കപ്പെടുകയാണ് എങ്കിൽ അവൻ അള്ളാഹു ആലം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതല്ലാതെ പറഞ്ഞാൽ അത് ശിർക്കൻ വിശ്വാസമാണ്, പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നാളെ മഴ പെയ്യുമോ, നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹു റസൂലു ആലം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തീർത്തും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും അറിയാൻ സാധിക്കുകയില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ മഴ പെയ്യുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ അറിയാൻ സാധിക്കുകയില്ല. അള്ളാഹു തആലക്ക് മാത്രം അറിയുന്നതാണ്. അള്ളാഹു ആലം എന്ന് പറയാം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല ഭൗതിക ശർഈയായ വല്ല വിജ്ഞാനത്തെക്കുറിച്ചും ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അള്ളാഹു റസൂലു ആലം എന്ന് പറയാൻ തെറ്റില്ല. കാരണം ശർഈയായ വിജ്ഞാനങ്ങൾ എന്തൊക്കെ നമുക്കറിയേണ്ടതായ എന്തൊക്കെ വിജ്ഞാനമുണ്ടോ അത് റസൂലുള്ളാഹിക്ക് അറിയും. കാരണം അള്ളാഹു റസൂലിനെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഒരു കാര്യം അറിയില്ല, ദീനിയായ വിജ്ഞാനമോ മറ്റോ ഒക്കെ ചോദിക്കപ്പെട്ടു, സംശയങ്ങൾ ചോദിക്കപ്പെട്ടു, അറിയില്ല എങ്കിൽ നമ്മളുടെ മര്യാദ അള്ളാഹു അലം എന്ന് പറയലാണ്. ശരി, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുകയാണ്, ഫഇന്നഹു ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, തീർച്ചയായും അത് ജിബ്രീലായിരുന്നു. അതാക്കും, നിങ്ങളിലേക്ക് അദ്ദേഹം വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ദീൻ പഠിപ്പിച്ചത് ആരാണ്? യഥാർത്ഥത്തിൽ ദീൻ്റെ ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു കൊടുത്തത് ആരാണ്? എന്താണ് ഇഹ്സാൻ എന്നുള്ളത് നിർവചിച്ചു കൊടുത്തത് ആരാണ്? അന്ത്യദിനം അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇതൊന്നും ജിബ്രീൽ അല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഇൽമിനെ ചേർക്കുന്നത്. എന്താ പറഞ്ഞത്? ഫൈന്നഹു ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. അതാക്കും, നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ വലിയൊരു ഫായിദ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇഖ്ലാസോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ആ ചോദ്യം കൊണ്ട് അവിടെ ഉത്തരം പ്രചരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നന്മകളുടെ ഗുണം ഇയാൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരോട് ഇഖ്ലാസോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ യഥാർത്ഥത്തിൽ ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മജ്ലിസ് ഇരിക്കുകയാണ്, നമുക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം, പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചോദിക്കുകയാണ് ആ പണ്ഡിതനോട്, നിങ്ങൾ ഇന്ന കാര്യത്തിൻ്റെ ഹുക്കം എന്താണ്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നൊരാൾ ചോദിക്കുകയാണ്. അത് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെയുള്ള ഒരുപാട് ആളുകളിലേക്ക് ആ നന്മ എത്തും എന്നുള്ളത് കൊണ്ടാണ്. അറിയാത്ത ഒരുപാട് ആളുകൾ ആ കാര്യങ്ങൾ മനസ്സിലാകും, അതുകൊണ്ട് അവർക്ക് നല്ല അവ്യക്തതയും ഉണ്ട് എങ്കിൽ വ്യക്തത ലഭിക്കും എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അയാൾക്ക് ഖൈറുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, അങ്ങനെ ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയുന്ന കാര്യം ചോദിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് കുറച്ച് ആളുകൾ അത് അറിയാനുണ്ട് എന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ചോദിക്കാവുന്നതാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയാണ്, നമ്മൾ ആ ചോദിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല ഫിത്നയുമാണ്, വല്ല ഭിന്നിപ്പുമാണ്, അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതൊക്കെയാണ് എങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ആ ഉണ്ടാകുന്ന ഫിത്നകൾക്കുള്ള പാപഭാരം ഈ ചോദിച്ചവൻ അത് പേറേണ്ടി വരുന്നതാണ്. കാരണം ചില ചോദ്യങ്ങൾ ഒരു ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്താണ്?
ഇതിന് ഇയാൾ ഉത്തരം പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ആകെ കലപില ആകും. ഇതുദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉദ്ദേശം ഇവൻ അറിയാൻ ആവശ്യമില്ല, ഇത് നാട്ടുകാർ അറിയുന്നത് കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു ഹൈറും ഇല്ലാത്ത ചില ചോദ്യങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ സംശയം എന്താണ്? അവന് ഒരു ഉപകാരമില്ല, അവനോ ഉപകാരമില്ല, മറ്റുള്ള ഒരാൾക്ക് ഉപകാരം എത്തിക്കാനും സാധിക്കുകയില്ല എന്നു മാത്രമല്ല, അവിടെ തീരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സമൂഹത്തിൽ പുതിയൊരു ഫിത്നയും കുഴപ്പവും ഒക്കെ ഒരു ഫസാദൊക്കെ പ്രചരിക്കാൻ കാരണമാകുന്ന ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന തിന്മകളുടെ, അങ്ങനെ ഉണ്ടാകുന്ന ഫിത്നയുടെ ഭിന്നിപ്പിൻ്റെ ഒക്കെ പാപഭാരം ഈ ചോദിച്ചവൻ പേറേണ്ടി വരും. അതുകൊണ്ട് ചോദ്യം അത് ഇഖ്ലാസോടുകൂടിയും നന്മക്ക് വേണ്ടിയിട്ടുമായിരിക്കണം എന്നുള്ള കാര്യവും പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 2-3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മളിത് വിശദീകരിച്ചത്. സാധിക്കുന്ന രൂപത്തിൽ മുഖ്തസറായി വളരെ ഷോർട്ടായിട്ടാണ് ഇത് വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ഒരുപാട് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താനൊക്കെ ഒരുപാടുള്ള, അമല് ചെയ്യാൻ തന്നെ ഒരുപാടുള്ള വലിയ ആശയങ്ങളുള്ള ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കഴിഞ്ഞ് ഫിഖ് ആരംഭിക്കും.